പ്രത്യേകം ആദ്യത്തെ റിയാക്ഷൻ 2-3 മാസമായിട്ട് ആ സഹോദരൻ സാക്ഷ്യം സ്വന്തം എന്നെ ആഗ്രഹിച്ച് ഞാൻ പിന്നെ അവിടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. കീഴാവൂർ ഇടവകി സെൻ്ററിലേക്കാണ് CC പള്ളി സെൻ്ററിലേക്കാണ്. ഇപ്പോൾ എല്ലാം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇവിടെ ഈ വെള്ളിയാഴ്ച ദിവസം പങ്കെടുക്കുകയും പാവങ്ങളെ ഏറ്റു പറയുകയും മോശം ചെയ്യുകയും ചെയ്ത് തൻ്റെ മകൾക്ക് അത്ഭുതം നേടിയെടുക്കാൻ ഒരു വ്യക്തിയാണ്. ആ കുടുംബം കിഴാവൂർ ആത്മദേശ സെൻ്ററുമാണ്. ശിവ സരിത ആ മോൾക്ക് ഒരു പ്രത്യേക ഭയങ്കരமான അത്ഭുതം. അത് ആശുപത്രി തന്നെ ശ്രദ്ധ തന്നെ പറയും. അത് കാണുമ്പോൾ ഞാൻ തന്നെ അത് ഞെട്ടിപ്പോയി. കഴിഞ്ഞ 4 വർഷമായി എൻ്റെ മൂത്ത മകൾക്ക് ഒരു വെട്ടലിൻ്റെ പ്രയാസം ഉണ്ടാകുന്നുണ്ടായി. അത് കൂടുതലായി വരുന്നത് വെച്ചാൽ പാടി വരുമ്പോഴത്തേക്കും ചെറിയ വെട്ടുകൾ വരും. കഴിഞ്ഞ നമുക്ക് ഒത്തിരി ഡോക്ടേഴ്സിനെ കാണിക്കുകയും ചെയ്യും. പക്ഷെ അവർക്ക് പറയും ഒരു കുഴപ്പമില്ല, കുഞ്ഞത് വരും. പക്ഷെ ആ സമയത്തേക്കും അത് കഴിഞ്ഞ് മാറിക്കൊള്ളുന്ന എല്ലാ ഡോക്ടേഴ്സ് പറയുന്നത്. പക്ഷെ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസം 19 രണ്ടാമത്തെ കുഞ്ഞിൽ ഡെലിവറിക്ക് അഡ്മിറ്റ് ആകുന്നത്. അത് 2 ദിവസം മുന്നേയായിട്ട് കുഞ്ഞത് കൂടുതലായിട്ട് വരികയും അതൊരു പ്രയാസമായിരിക്കുകയും ചെയ്തു. കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ 3 മാസം കണ്ടിന്യൂസ് ആയി നിൽക്കുകയും കുഞ്ഞിന് വിദ്യാഭ്യാസം ചെയ്യാണ്ട് ഒരു ഇത് ഉണ്ടാകുകയില്ല. സ്കൂളിലേക്ക് പോകാനോ ആരെങ്കിലും കടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയിൽ വീട്ടിലായിരിക്കുകയുണ്ടായി. അപ്പോഴാണ് സ്കൂളിലെ HM മറ്റ് ടീച്ചേഴ്സും കടന്നു വരികയും അവർ വന്ന് പറയേണ്ടായിരുന്നു കുഞ്ഞിനെ നോക്കിക്കോളാം, സ്കൂളിലേക്ക് അയക്കുക, വീട്ടിലേക്ക് ഇരിക്കുന്നുണ്ടായിരിക്കും എന്ന് വരുന്നേക്ക് പറഞ്ഞ് സ്കൂളിലേക്ക് വിളിച്ചുകൊണ്ടുപോയി. അപ്പോൾ സ്കൂളിൽ ഇരുന്നപ്പോഴും ഇതുപോലെ പ്രശ്നങ്ങൾ കൂടി വരികയുണ്ടായി. അപ്പോഴും ഞാൻ അച്ഛനെ കാണുന്നത്. അപ്പോൾ അച്ഛനോട് സംസാരിച്ചു. അച്ഛനിടയ്ക്ക് അത് കാണുകയും സംസാരിക്കുകയും ചെയ്തു. അതിനുശേഷം കുഞ്ഞിനെ പ്രാർത്ഥിക്കുകയും കുഞ്ഞിനിപ്പോൾ വളരെ വിടുതലെടുക്കുകയും ചെയ്തു. ഇപ്പോൾ പട്ടിപോലെ ആരെയൊക്കെ കടന്നു പോകാനും സ്കൂളിലേക്ക് അവർക്ക് പോകാനും സഹായിച്ചു. ഇപ്പോൾ എനിക്ക് പനി വന്നിട്ടും ആ ഒരു പ്രയാസം എൻ്റെ കുഞ്ഞിനെ വരികയോ വീട്ടിൽ പ്രയാസം വരികയോ അങ്ങനെ ഒരു പ്രശ്നം കൊണ്ട് കുഞ്ഞിനുണ്ട്. ഇത് യേശുവിനും കർത്താവേശുവിനെ ആഗ്രഹിച്ചെന്ന് പറയുകയാണ്. ഇതിന് പറഞ്ഞ സാക്ഷ്യം വിളിച്ചോളൂ. ആദ്യം വരുന്നതിനെ ഈ മിനിയാണ് ഞാൻ പേടിച്ചാണ് ഇങ്ങനെ ചെയ്തു. അത് പ്രശ്നം. പിന്നീട് ശിവവും സരിതാന്ന് പറയുന്ന പ്രശ്നമാണ്. സ്കൂളിൽ നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. മറ്റു കുട്ടികൾ കാണുമ്പോൾ പേടിയാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ വേറെ പാസ്റ്റർമാർ വേറെ ആൾക്കാരും കുടുംബത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പിന്നീട് എന്നെ ക്രിസ്തുരാജാവിനെ ഇവിടെ വന്ന് പാദത്തിൽ പങ്കെടുക്കുകയും എല്ലാവരും നല്ല രീതിയിൽ അവരെ ഏറ്റു പറയുകയും ചെയ്യും. ശിവവും സരിത അതുதான் പ്രധാനം. ലോകത്തിൽ ഹിന്ദുവായാലും ശരി, മുസ്ലിമായാലും ശരി, ക്രിസ്ത്യനായാലും ശരി, CSC ആയാലും ശരി, പ്രൊട്ടസ്റ്റന്റ് ആയാലും ശരി, സാൽവേഷൻ ആർമി ആയാലും ശരി, ലൂത്തർ മിഷൻ ആയാലും ശരി, എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. ആ അടിസ്ഥാനത്തിൽ മനുഷ്യൻ നിർവഹിച്ചാൽ പാവം ചെയ്യും. അത് മനസ്സിലാക്കിക്കൊണ്ട് ലാറ്റിൻ ക്രിസ്ത്യൻ എന്ന് പറയുമ്പോൾ സിസ്റ്റമാറ്റിക് കൊണ്ട് അതുകൊണ്ട് നമ്മൾ കൂനാസിക് എന്ന് പറയുമ്പോൾ പക്ഷേ മതത്തിലുള്ള എല്ലാ സഹോദരന്മാർക്കും പാവത്തെ ഏറ്റു പറയുക എന്നുള്ള അർത്ഥമാണ്. നമുക്ക് കുംഭസാരത്തിന്റെ പേര് പാവത്തെ ഏറ്റു പറയുക. അങ്ങനെ നല്ല രീതിക്ക് ശുഭ ചെയ്ത് നല്ല രീതിക്ക് സരിത പാവത്തെ ഏറ്റു പറഞ്ഞു. പാവത്തെ ഏറ്റു ശേഷം 2-3 അടിക്കുട്ടികൾക്ക് എല്ലാ പ്രശ്നങ്ങളുമായി മുന്നേറാൻ സ്കൂളിൽ പോകാനുള്ള ആശീർവാദം ഈ കുട്ടിക്ക് ദൈവം നൽകിയിട്ടുണ്ട്. ആ ദൈവത്തിന് ശുഭോട് ചേർന്ന് സരിതയോട് ചേർന്ന് ഈ ചട്ടക്കുട്ടി ഈ കുട്ടിയോട് ചേർന്ന് ദൈവത്തിന് മഹത്വത്തിന്റെ പേരിൽ നാം എന്ത് ചെയ്യും? പ്രത്യേകം നന്ദിയേൽപ്പിക്കുക എന്നതാണ് മഹത്വം എന്നുള്ള പേര്. അപ്പോ വീണ്ടും ഒരിക്കൽ ഈ കുഞ്ഞോത്സവത്തിന്റെ ദൈവത്തിന് നന്ദി
എന്നെ അനുഗ്രഹിക്കണമേ. ദൈവമേ എന്നെ അതിർവ്യാപ്തമാക്കണമേ. ദൈവമേ എല്ലാവരും കാത്തുകൊള്ളണമേ. ദൈവമേ അങ്ങയുടെ വിനോദങ്ങൾ ഉണ്ടായിരിക്കണമേ. ദൈവമേ ഈ കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ. ദൈവമേ ഈ കുഞ്ഞിനെ അതിർവ്യാപ്തമാക്കണമേ. ദൈവമേ അങ്ങയുടെ ഈ കുഞ്ഞോടുകൾ ഉണ്ടായിരിക്കണമേ. ദൈവമേ എല്ലാവരും തന്നെ ഈ കുഞ്ഞിനെ കാത്തുകൊള്ളണമേ. ഒറ്റ ജാതി ഒരു തടസ്സമല്ല, മതം ഒരു തടസ്സമല്ല, ഈ ഭാഷ ഒരു തടസ്സമല്ല. വിശ്വാസം മാത്രമേ ആവശ്യപ്പെടുക. നല്ലവനായ ക്രിസ്തുവല്ല. അത് മാത്രം മതി, അത് മാത്രം മതി, അത് മാത്രം മതി. വിശ്വാസം 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 വിശ്വസിക്കുക വിശ്വസിക്കുക. ആ ഒരു വാക്ക് മതി. ആ വാക്കോട് ചേർന്ന് ഈശ്വരൻ വിളിക്കുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും മാറും. നമുക്ക് ആസ്വദിക്കാം. അങ്ങനെയുള്ള ആശീർവാദം ആ കുഞ്ഞിനെ കിട്ടിയതുപോലെ അങ്ങനെ എല്ലാവർക്കും കിട്ടട്ടെ. അദ്ദേഹം പ്രത്യേകം ഞാൻ ചിന്തിക്കാം. നാം 3 വർഷമായിട്ട് പാതപചാരമുണ്ട്, 5 വർഷമായിട്ട് പാതപചാരമുണ്ട്. ഒന്നും കിട്ടുന്നില്ലല്ലോ എന്ന് ചിന്തിക്കും. വിശ്വാസം വേണുണ്ടോ എന്ന് യേശു പറയും. അപ്പൊ വിശ്വാസം ഉണ്ട് എന്ന് നീ മറുപടി പറയണം. അപ്പൊ വിശ്വാസം ഉണ്ട് എന്ന് മറുപടി പറയുമ്പോൾ ഞാൻ ഇറങ്ങി വരും. ആ രക്തസ്രാവത്തിനെ എങ്ങനെ തൊട്ട് ഗുണപ്പെടുത്തിയ ആശീർവാദം നൽകിയ അതേപോലെ നിങ്ങൾ എല്ലാവരെയും തൊട്ട് ആസ്വദിക്കാൻ പോവുക, ഗുണപ്പെടുത്താൻ പോവുക, നിങ്ങളുടെ ഹൃദയാഭിലാഷം സാധിച്ചു നൽകാൻ പോവുക. അങ്ങനെയുള്ള ഒരു രക്ഷയ്ക്ക് തുടർന്ന് നന്ദി പ്രാർത്ഥിക്കാം. ദൈവങ്ങളെ എല്ലാവരെയും സമർത്ഥമായി 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 അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ ആമേൻ.